മറുഭാഗത്ത് ആരൊക്കെയാണ് ഈ പിന്നെ പിന്തുണയ്ക്കുന്നത്? KPCC പ്രസിഡന്റ്, ഞാൻ എൻ്റെ അറിവ് പറയുക കേട്ടോ, KPCC പ്രസിഡന്റ്, പിന്നെ കേരളത്തിലെ ഇന്നത്തെ സാമാജികരിൽ ഏറ്റവും പ്രായം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും ഭരണപരിചയം കൊണ്ടും ഒക്കെ സീനിയറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പിന്നെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട മകൻ ചാണ്ടി ഉമ്മൻ അടക്കമുള്ള പിന്നെ എ ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും പ്രബലരായിട്ടുള്ള 10 പേർ. ഞാൻ അവർ ഒരു ഈ പെട്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അവർ അങ്ങനെയല്ല വേണ്ടത് ഇങ്ങനെയാണ്, നമ്മുടെ പ്രക്രിയയൊക്കെ ഉണ്ട്, അത് അവിടെ ഇരിക്കട്ടെ, ഇതുപോലുള്ള ചില കാര്യങ്ങൾ വേണം. ഇവിടെ ജനാഭിലാഷം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു സെലക്ഷനാണ് വേണ്ടത്. ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ സെലക്ട് ചെയ്യുകയാണല്ലോ വേണ്ടത്. അപ്പോൾ അത്ര ഒരു സെലക്ഷനാണ് വേണ്ടത് എന്ന് ഈ നേതാക്കൾ PCC പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് പറഞ്ഞ് ഈ പ്രക്രിയയ്ക്ക് ഒരു പുനഃപരിശോധനയും മാറ്റവും വരുത്തി കൂടായിരുന്നോ? അത് ഇന്നലേക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നില്ലേ? അവരിവിടെ വന്ന് ഹൈക്കമാൻഡ് നിരീക്ഷകർ ഇവിടെ വന്ന് MLA-മാരുടെ എല്ലാം പിന്നെ കാര്യങ്ങൾ അഭിപ്രായങ്ങൾ കണ്ടു കേട്ട് മടങ്ങിപ്പോയതിന് ശേഷം ഇനി ഇവിടെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ അത് പറഞ്ഞു തുടങ്ങിയിട്ട് തെരുവ് പ്രകടനങ്ങൾ നടത്തിയിട്ട് എന്ത് പ്രയോജനമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആരും ചോദിച്ചു പോവില്ലേ? അത് എനിക്കിപ്പോൾ കോൺഗ്രസ് എങ്ങനെ തീരുമാനിക്കുന്നതിലും വിരോധമില്ലാത്ത ഒരു സാധാരണക്കാരനാണ്. കാരണം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആയതുകൊണ്ട് നമുക്കാർക്കും യാതൊരു സേയും ഇല്ലല്ലോ. സ്വാഭാവികം ഉണ്ടാകാൻ പാടില്ല തന്നെ. നമുക്കാർക്കും അല്ല സേ ഉണ്ടാവേണ്ടത് അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കാണ്. അപ്പോൾ പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ അതിന് ഓരോരുത്തരും തരാതരം പോലെ പക്ഷം പിടിച്ച് പറയുമ്പോൾ എന്താണ് ഈ കാണുന്നത് എന്ന് ആശ്ചര്യപ്പെട്ടു പോവില്ലേ എല്ലാവരും? അങ്ങനെ ആശ്ചര്യപ്പെടുന്ന ഒരാളാണ് ഞാനും. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്. ഇതല്ലാതെ മറ്റെന്തൊരു മാർഗമാണ് മുമ്പിൽ ഉള്ളത് എന്ന് നേതാക്കൾക്ക് തോന്നിയിരുന്നത് നേരത്തെയാണ് അത് ചെയ്യേണ്ടിയിരുന്നത്. ഇന്നലെ നിരീക്ഷകർ വരുമ്പോഴാണ് അത് ചെയ്യിപ്പിക്കേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ അവരുടെ കർത്തവ്യം പൂർത്തിയാക്കി അവർ മടങ്ങിപ്പോയതിനു ശേഷം ഇനി പറയുകയാണ് ഇതൊന്നും പറ്റില്ല കേട്ടോ, VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാവണം, ഇതാണ് സ്ഥിതി, അല്ലെങ്കിൽ കേരളം ഇളകി മറിയും, ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല, ജനങ്ങൾ സഹിക്കില്ല, കോൺഗ്രസിന് വലിയ ഡാമേജ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞാൽ തീരുമാനം മാറ്റുമോ? ഒരു സംഘടനാ നേതൃത്വം ആ തീരുമാനം മാറ്റുമോ? മാറ്റാൻ കഴിയില്ല. കാരണം ഇവരോട് അംഗീകരിച്ചതാണ് ആ പ്രക്രിയ. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിന് അത് മാറ്റാനും കഴിയില്ല. അത്തരത്തിലൊരു ദുർഘടാവസ്ഥയിൽ എത്തിച്ചത് ആരാണ് എന്നുള്ളത് പിന്നീട് പരിശോധിക്കട്ടെ ബന്ധപ്പെട്ടവർ. അതെല്ലാം നമ്മൾ പിന്നീട് അവസരത്തിൽ അത് പരിശോധിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അപ്പോൾ അഭിപ്രായം പറയാം, ആരാണ് ആ ദുർഘടാവസ്ഥയിൽ എത്തിച്ചത് എന്നതിനെ സംബന്ധിച്ച് എൻ്റെ ഒരു ബോധ്യം ഞാൻ പറയാം.